എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കൊച്ചു ടിപ്പ് പറയാനാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറികൾക്കും അതുപോലെ തന്നെ പൂച്ചെടികൾക്കും ഒരേ സമയം വളമായിട്ടും അതേസമയം കീടനാശിനിയായിട്ടും ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് നമ്മളെല്ലാവരും അത്രയ്ക്കൊന്നും വില കൽപ്പിക്കാത്ത ഈ ഒരു ശീമക്കൊന്ന. അപ്പോൾ ആ ശീമക്കൊന്നയുടെ ഇല വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പണ്ടൊക്കെ നമ്മൾ ശീമക്കൊന്നയുടെ ഇല ധാരാളമായിട്ട് ഉപയോഗിക്കാറുണ്ട്, പക്ഷേ ഇപ്പോൾ അങ്ങനെ പൊതുവെ അതിൻ്റെ ഉപയോഗം കുറവാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് ഓർമ്മിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഈ ഒരു വീഡിയോയ്ക്ക് ഉണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് വളമായിട്ട് ഉപയോഗിക്കുക, അതുപോലെ തന്നെ എങ്ങനെയാണ് കീടനാശിനിയായിട്ട് ഉപയോഗിക്കുക എന്നൊക്കെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഏത് പച്ചക്കറികൾക്കും വേറെ വളങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ ഈ ഒരു ശീമക്കൊന്നയുടെ ഇല ഉപയോഗിക്കുമ്പോൾ നന്നായിട്ട് തഴച്ച് വളരാനായിട്ട് അത് സഹായിക്കും. അപ്പോൾ ഞാൻ അധികം നീട്ടുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. കണ്ടില്ലേ, ഞാനിപ്പോൾ ഇതുപോലെ കുറച്ച് ശീമക്കൊന്നയുടെ ഇലകൾ ഇവിടെ എടുത്തിട്ടുണ്ട്. നമ്മൾ ചെറിയ ചെടികൾക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനെ ഓരോരോ ഇലകളാക്കിയിട്ട് ആദ്യം വിടർത്തിയെടുക്കും, എന്നിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യും. അങ്ങനെയാണ് ചെറിയ ചെടികൾക്ക് ഞാൻ ഇട്ട് കൊടുക്കാറ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ പൂച്ചെടികൾക്ക് ഇട്ട് കൊടുക്കാനും പെട്ടെന്ന് റിസൾട്ട് കിട്ടാനുമാണ് ഇങ്ങനെ പീസാക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് നേരത്തെ എടുത്ത പോലത്തെ ഇലകൾ കൊണ്ട് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല, പക്ഷേ കുറച്ച് ടൈം എടുക്കും. ഇനി നമ്മൾ ആ ഒരു ചെടിച്ചട്ടിയുടെ സൈഡിലെ മണ്ണ് ഇളക്കിയിട്ട് ഇത് ഇട്ട് കൊടുക്കുക. പിന്നെ അത് മണ്ണും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കുക. കുറച്ച് മുകളിലൊക്കെ മണ്ണ് ഇട്ട് കൊടുക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ആ കടക്കിൽ നമുക്ക് ഇതുപോലത്തെ ഇലകൾ വെറുതെ ഒന്ന് കൊണ്ടുവയ്ക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഡയറക്റ്റായിട്ട് ആ ഒരു സൺലൈറ്റ് അടിച്ചിട്ട് ഉണ്ടാകുന്ന പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇപ്പം നല്ല ചൂടല്ലേ, അപ്പോൾ അങ്ങനെ ഈ ശീമക്കൊന്നയുടെ ഇല ഇട്ട് കൊടുക്കുന്നത് ബെസ്റ്റാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് നനയ്ക്കണം, അപ്പോഴാണ് കറക്റ്റ് ആ ഒരു റിസൾട്ട് വരുള്ളൂ. ഇനി ഇതെങ്ങനെയാണ് ഒരു കീടനാശിനിയായിട്ട് ഉപയോഗിക്കുകയെന്ന് വെച്ചാൽ, ഇതുപോലെ എന്തെങ്കിലും ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇത് കുറച്ചായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അടുത്തായിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരു ദിവസം അടച്ചു വയ്ക്കണം. എന്നിട്ടാണ് പിറ്റേ ദിവസം അത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. ഒരു ദിവസം വെച്ചതിന് ശേഷമാണ് നമ്മളിങ്ങനെ നന്നായിട്ട് പിഴിഞ്ഞിട്ട് എടുക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, നല്ലൊരു പച്ച കളറിൽ ഈ വെള്ളം കിട്ടും. അപ്പോൾ ഇതാണ് നമ്മൾ നല്ലൊരു പെസ്റ്റിസൈഡായിട്ട് യൂസ് ചെയ്യുന്നത്. കണ്ടോ, ഇത് നമുക്ക് ഒന്ന് അരിക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു തരികളൊക്കെ ഇരുന്നിട്ട് സ്പ്രേ ബോട്ടിൽ അടയാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ കൈ വെച്ചിട്ട് തെളിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ മതി, അരിച്ചെടുക്കണം എന്നില്ല. അപ്പോൾ ഇത് ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യാറ്. മിക്സിയിൽ അടിച്ചിട്ട് അങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ല. മിക്സിയിൽ അടിക്കുമ്പോഴും കുഴപ്പമൊന്നും ഉണ്ടാകാൻ വഴിയില്ല, നന്നായിട്ട് ആ ഒരു നീര് പോരും. അപ്പോൾ വേണമെങ്കിൽ കൂടുതലായിട്ട് വെള്ളം ചേർക്കേണ്ടി വരും. ഇതിനിപ്പോൾ ഒരു 2 ഇരട്ടി വെള്ളമൊക്കെ ചേർത്താൽ മതിയാവും. എന്നിട്ട് നമുക്ക് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കാന്താരി മുളകിൻ്റെയൊക്കെ ആ ഒരു കുരുടിപ്പൊക്കെ മാറാനായിട്ട് വളരെ നല്ലതാണ്. കടയ്ക്കൽ അതുപോലെ തന്നെ ശീമക്കൊന്ന വളമായിട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യുക, ഇലകളിൽ ഇത് സ്പ്രേ ആക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മളൊരു ഒരാഴ്ചയിൽ ഒരിക്കലൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ ബെസ്റ്റായിരിക്കും. അപ്പോൾ സ്പ്രേ ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നല്ലൊരു വളവും കിട്ടും, നല്ലൊരു പെസ്റ്റിസൈഡ് ആവുകയും ചെയ്യും. നന്നായിട്ട് മുളകൊക്കെ ഉണ്ടാവാനായിട്ട് ഇത് ബെസ്റ്റാണ്. 10 പൈസ ചിലവില്ലാത്ത കാര്യമാണ്. പിന്നെ ശീമക്കൊന്ന ഇപ്പോൾ വീട്ടിലില്ലെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് പിടിപ്പിച്ച് എടുക്കാൻ പറ്റുന്നൊരു ചെടിയല്ലേ ശീമക്കൊന്ന. കമ്പൊക്കെ നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് പിടിച്ച് കിട്ടും. അപ്പോൾ ഇങ്ങനെ യൂസൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും കുറച്ചൊക്കെ ഒന്ന് വെച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണ്. അതുപോലെ നമുക്ക് ഈ ഒരു കറിവേപ്പിൻ്റെ കടയ്ക്ക് ചുറ്റുമായിട്ടും ഇതുപോലെ ശീമക്കൊന്നയുടെ ഇലകൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു കടുത്ത ചൂടിലും ആ ഒരു ചെടി അധികം ഒന്നും വാടാണ്ടിരിക്കാനൊക്കെ വളരെ നല്ലതാണ്. നല്ലൊരു വളമായിരിക്കും. അപ്പോൾ അത് വളരെ നല്ലൊരു കാര്യമാണ്. നമ്മൾ ചെറിയ കറിവേപ്പൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ഇങ്ങനെ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് മണ്ണിന് അത്രയ്ക്ക് ഗുണങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ ശീമക്കൊന്നയുടെ വളം നമ്മൾ മണ്ണിൽ മിക്സ് ചെയ്യുമ്പോൾ മണ്ണിൻ്റെ ആ ഒരു ഗുണമേന്മ നന്നായിട്ട് കൂടും. നല്ലൊരു വളക്കൂറുള്ള മണ്ണിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വേറെ വളങ്ങളൊക്കെ ഇടാനൊക്കെ പറ്റാത്തവർക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്ത് തന്നത്. അതെല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശീമക്കൊന്നയുടെ ചെടി വീട്ടിലുള്ള എല്ലാവരും ഇതുവരെ ഈ ഒരു ട്രിക്ക് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നാളെ തന്നെ ഇതൊന്ന് ആരംഭിക്കുക. അപ്പോൾ നല്ല റിസൾട്ട് കിട്ടും.
കിട്ടും. എന്നിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് റിസൾട്ട് അറിയിക്കാം കേട്ടോ. അപ്പോൾ ചെടികളൊക്കെ വാടാതിരിക്കാനായിട്ട് നമ്മൾ കടയ്ക്ക് ചുറ്റും ഈ ഒരു ഇല ഇട്ട് കൊടുക്കുകയെങ്കിലും ചെയ്യുക. നല്ല റിസൾട്ടായിരിക്കും. പിന്നെ വീട്ടിലില്ലയെന്നുണ്ടെങ്കിൽ ഒരെണ്ണം നട്ട് പിടിപ്പിക്കാനായിട്ട് നോക്കുക. പെട്ടെന്ന് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ചെടിയാണ്. അപ്പോൾ പണ്ടുള്ളവർക്കൊക്കെ ഇത് അറിയുന്നുണ്ടാവും. എന്തായാലും അറിയാത്തവർക്ക് ഇത് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇതിന് താഴെയുള്ള ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിന് നേരെ വരുന്ന ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. എല്ലാ കമൻസും ഞാൻ വായിക്കുന്നുണ്ട്. ചിലപ്പോൾ തിരക്ക് കാരണം കുറച്ചൊക്കെ ലേറ്റായി പോകുന്നുണ്ട് റിപ്ലൈ തരാൻ, എനിക്കറിയാം. എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ. കറിവേപ്പിനെ കുറിച്ചിട്ട് നല്ലൊരു വീഡിയോ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരത് കണ്ടു നോക്കാം കേട്ടോ. പിന്നെ നമ്മുടെ പുതിയ ചാനലായിട്ടുള്ള പ്രാർത്ഥനാസ് വേൾഡും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇനി അപ്പോൾ നാളെ നല്ലൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ടിപ്പുമായിട്ടോ വരാം. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക്